കുണ്ടലിനി ഉണർത്താനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ട ഒരു യുവാവ് വനത്തിൽ വസിക്കുന്ന ഒരു അഷ്ടാംഗ യോഗിയെ സമീപിച്ചു. അവൻ്റെ യഥാർത്ഥ പ്രശ്നം നെഗറ്റീവ് എനർജികളാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വിചിത്രമായ 3 യോഗ വിദ്യകൾ നൽകി മുടങ്ങാതെ പരിശീലിക്കാൻ ആവശ്യപ്പെട്ടു. ഈ ഒരു പരിശീലനം നിഷ്ഠയോടെ 7 ദിവസം പാലിച്ചതും എല്ലാ തടസ്സങ്ങളും അകന്ന് പരമമായ കുണ്ടലിനി ആക്ടിവേഷൻ അദ്ദേഹത്തിന് സ്വന്തമായി. ആ 3 യോഗ വിദ്യകൾ എന്തെല്ലാമാണെന്നറിയാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ തുടർന്ന് കാണുക. സാധാരണ മനുഷ്യർക്ക് പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യാൻ കഴിവുണ്ടാകും. എന്നാൽ തേർഡ് ഐ ആക്ടിവേഷൻ സംഭവിച്ച ലോകത്തിലെ 3% വ്യക്തികൾക്ക് മാത്രമേ നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യാനും വേണ്ടി വന്നാൽ അതിനെ റിമൂവ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. തികച്ചും അപരിചിതനായ ഒരു വ്യക്തിയെ കാണുമ്പോൾ അവരിൽ നിന്നും ദൂരെ പോകാൻ തോന്നുക. പുതിയ സ്ഥലങ്ങളിലും വീടുകളിലും ചെല്ലുമ്പോൾ അവിടെയെല്ലാം അദൃശ്യമായ എന്തോ ചലിക്കുന്നുണ്ടെന്ന് തോന്നുക. തുടർച്ചയായ സ്വപ്നത്തിൽ മരണപ്പെട്ടവരുടെ മുഖങ്ങൾ കാണുക. ഇവയെല്ലാം നെഗറ്റീവ് എനർജികൾ തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ ശരീരം തരുന്ന സൂചനകളാണ്. ഒരു വശത്ത് ഇതെല്ലാം നല്ലൊരു എബിലിറ്റിയായി തോന്നിയാലും ഒരു പരിധിക്ക് കൂടുതലായാൽ തേർഡ് ഐയിൽ സ്ഥിതി ചെയ്യുന്ന പോസിറ്റീവ് എനർജികൾ കുറഞ്ഞ് ജീവിതത്തിൽ തീരാ നഷ്ടങ്ങൾ വരുത്തിവെക്കാൻ കാരണമാകും. നിങ്ങൾക്കും ഇത്തരം നെഗറ്റീവ് എനർജികൾ ഫീൽ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ? എങ്കിൽ ഇനി പറയാൻ പോകുന്ന 3 സംരക്ഷണ വിദ്യകൾ ഉപയോഗിച്ച് നിങ്ങളുടെ 3ാം കണ്ണിനെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അവ എന്തെല്ലാമാണെന്ന് വ്യക്തമായി നോക്കാം. ആദ്യത്തെ വിദ്യയാണ് ദീപം. ഒരു മുറിയിൽ വിളക്ക് തെളിയുന്ന സമയത്തെല്ലാം അന്തരീക്ഷത്തിലുള്ള നെഗറ്റീവ് എനർജികൾ സെക്കൻഡുകൾക്കുള്ളിൽ നശിച്ചു പോകാറുണ്ട്. ഇനി വിളക്കിന് പകരം ഒരു ദീപം തെളിയിച്ച് നിങ്ങൾ ഉറങ്ങുന്ന മുറിയിലാണ് വെക്കുന്നതെങ്കിൽ അന്തരീക്ഷത്തിന് പകരം ചാർജാകുന്നത് സ്വന്തം ശരീരമായിരിക്കും. വ്യക്തമായി പറയാം, ഒരാൾ ഉറങ്ങുമ്പോൾ അവരുടെ മെൻ്റൽ ബോഡി ശരീരത്തിൽ നിന്നും താൽക്കാലികമായി ഡിറ്റാച്ച് ആവാറുണ്ട്. ഇങ്ങനെ ഡിറ്റാച്ച് ആകുന്ന സമയത്ത് നിങ്ങൾ കിടക്കുന്ന മുറിയിൽ ഏതുതരം എനർജിയാണോ കൂടുതലായി വൈബ്രേറ്റ് ചെയ്യുന്നത് ആ എനർജികളായിരിക്കും ശരീരത്തിൽ പ്രവേശിക്കുക. മുറിയിൽ പോസിറ്റീവ് എനർജി ആണെങ്കിൽ എന്നും രാത്രി സുഖമായി ഉറങ്ങാനും അടുത്ത ദിവസം ഉന്മേഷത്തോടെ ഉണരാനും യാതൊരു പ്രയാസവും ഉണ്ടാകില്ല. എന്നാൽ മുറിയിൽ നെഗറ്റീവ് എനർജി ആണെങ്കിൽ ഒന്ന് മയങ്ങാൻ പോലും ധാരാളം സമയം വേണ്ടിവരും. ഈ ഒരു പ്രശ്നത്തിനുള്ള ഈസി സൊല്യൂഷനാണ് എന്നും കിടക്കുന്നതിന് മുൻപായി ഒരു ദീപം തെളിയിക്കുക എന്നത്. കാലങ്ങളായി ശരീരത്തിൽ അടഞ്ഞുകൂടിയ നെഗറ്റീവ് എനർജികളെ അകറ്റാനും തേർഡ് ഐ 30% ശുദ്ധീകരിച്ച് ആസ്ട്രൽ പ്രൊജക്ഷൻ, ലൂസിഡ് ഡ്രീമിംഗ് പോലുള്ളവ സാധ്യമാക്കാനും ഈ ഒരു വിദ്യ കാരണമാകുമെന്നത് തെളിയിക്കപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തേതാണ് മിററിംഗ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കണ്ണാടിയുടെ മുൻപിലിരുന്ന് പുരിക മധ്യത്തിൽ ഇമചിമ്മാതെ നോക്കുക എന്നതാണ്. ഇതിനും കാരണമുണ്ട്. ഒരു വ്യക്തിയുടെ കാർമിക് പാറ്റേൺ അനുസരിച്ച് ശരീരത്തിലെ പല ഭാഗത്തായാണ് നെഗറ്റീവ് എനർജികൾ സ്റ്റോർ ആവുക. ചിലർക്ക് ഇത്തരം നെഗറ്റിവിറ്റി അവരുടെ കഴുത്തിലായിരിക്കും. ഇതിൻ്റെ സൈഡ് എഫക്റ്റാണ് വിട്ടുമാറാത്ത കഴുത്ത് വേദന. മറ്റു ചിലർക്ക് അവരുടെ ശിരസിൻ്റെ ഭാഗത്തായിരിക്കും. ഇതാണ് പിന്നീട് മൈഗ്രെയിനായി മാനിഫെസ്റ്റ് ആവുന്നത്. ഇവ ഓരോന്നായി കണ്ടുപിടിച്ച് റിമൂവ് ചെയ്യുന്നതിനേക്കാളും പുരിക മധ്യത്തിലുള്ള മർമ്മസ്ഥാനത്ത് ദൃഷ്ടി പതിപ്പിച്ചാൽ ആജ്ഞാചക്രത്തിൻ്റെ ശക്തി അനുദിനം വർദ്ധിക്കുകയും അതിൻ്റെ പ്രകാശത്തിൽ ശരീരത്തിൽ മുഴുവനായും ഒരു ഹീലിംഗ് എനർജി വ്യാപിക്കുകയും ചെയ്യും. ഈ പരിശീലനമാണ് ത്രാടകം എന്ന പേരിൽ കളരിയിൽ അറിയപ്പെടുന്നത്. ഇപ്പോൾ പറഞ്ഞ 2 ക്രിയകളും തേർഡ് ഐയിൽ ദിവസേന ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജികളെ അകറ്റാൻ ഉത്തമമാണ്. എന്നാൽ മാസങ്ങളോളം വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന സംരക്ഷണത്തിനും ഫൈനലി തേർഡ് ഐ ആക്ടിവേഷനും ആവശ്യമായത് കപാലഭാതി എന്നറിയപ്പെടുന്ന ഒരു സവിശേഷ പ്രാണായാമമാണ്. നൂറ്റാണ്ടുകളോളം ശരീരത്തിൽ പ്രത്യേകിച്ച് നാഡീവ്യൂഹത്തിലുള്ള അശുദ്ധികളെ അകറ്റി തലച്ചോറിനെയും ഹയർ ചക്രങ്ങളെയും എനർജൈസ് ചെയ്യാൻ യോഗികൾ ഉപയോഗിച്ച പ്രാക്ടീസാണ് കപാലഭാതി. സ്വാഭാവികമായും ഇത് പരിശീലിക്കുന്ന വ്യക്തികളിൽ നെഗറ്റീവ് എനർജിയെക്കാളും അധികം ഉണ്ടാവുക പോസിറ്റീവ് എനർജി ആയിരിക്കും. ഈ എനർജിയാണ് മറ്റുള്ളവരെ അനുഗ്രഹിക്കാനും ഒരു വ്യക്തിയിലോ പ്രദേശത്തോ ഉള്ള നെഗറ്റീവ് എനർജികളെ അകറ്റാനും നിങ്ങൾക്ക് ശക്തി നൽകുന്നത്. എല്ലാ ചക്രങ്ങളെയും ഉണർത്തി ഈശ്വരനുമായി അടുപ്പിക്കാൻ ഏറ്റവും എളുപ്പത്തിൽ സാധിക്കുന്ന പ്രാണായാമം ഇതായതുകൊണ്ടാണ് സ്വാമി ശിവാനന്ദ, സ്വാമി സത്യാനന്ദ സരസ്വതി പോലുള്ളവർ ഈ പ്രാണായാമത്തെ അവരുടെ ശിക്ഷണങ്ങളിൽ പ്രത്യേകം എടുത്തു പറഞ്ഞത്. ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്യുക എന്നത് ഓരോ ആത്മീയ അന്വേഷകൻ്റെയും ലക്ഷ്യമാണ്. പക്ഷേ അതിനാവശ്യമായ തയ്യാറെടുപ്പുകൾ എന്താണെന്നോ അവ എപ്പോൾ പ്രയോഗിക്കണമെന്നോ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. ആക്ടിവേഷന് മുൻപ് സംഭവിക്കേണ്ടത് പ്യൂരിഫിക്കേഷനാണ്. അതിന് കഠിനമായ അഭ്യാസങ്ങളൊന്നും ചെയ്യേണ്ടതില്ല.
ഇപ്പോൾ പറഞ്ഞ ഈ 3 വിദ്യകൾ തന്നെ ധാരാളമാണ്.